സുമാരി ചേച്ചിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഏജിൽ നിന്നും വലിയ ഏജിലേക്ക് മാറ്റുന്നത് ഒത്തിരി കഥ. ഫിലോമിന ചേച്ചി, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കഥാപാത്രങ്ങളാണ്. ഇതിലേക്ക് വരുമ്പോൾ നേരത്തെ ചലഞ്ച് എന്ന് ചോദിച്ചില്ലേ, ഇവരൊക്കെ നമ്മൾ ഓർക്കേണ്ടതായി വരും അല്ലെ? ഒരു സീനിൽ ഇവരൊക്കെ ഒന്ന് അല്ലെ ഒരു മൈൻഡിൽ വരുന്നില്ലായിരുന്നോ? സത്യം പറഞ്ഞാൽ ആദ്യം വിളിച്ചപ്പോൾ തുടങ്ങി അന്ന് തൊട്ടേ എനിക്ക് എൻ്റെ മനസ്സിൽ സുകുമാരി അമ്മ ചെയ്ത ഓരോ ക്യാരക്ടേഴ്സ്, ലളിത ചേച്ചി ചെയ്ത ഓരോ ക്യാരക്ടേഴ്സ്, ഫിലോമിന അമ്മ ചെയ്ത ക്യാരക്ടേഴ്സ്, ഇതൊക്കെ എൻ്റെ പിന്നെ മെയിൽസ് എടുക്കുകയാണെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണ, ശങ്കരാടി ചേട്ടൻ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ നമ്മളെന്തായാലും അവരുടെ ഒന്നും ഒരു അരികത്തെത്താൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളിൽ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കി, അത്രേ ഉള്ളൂ. ആ ശ്രമം നമ്മൾ ശ്രമിച്ചത് വിജയമുണ്ട്, നമ്മുടെ മനസ്സ് സ്വയം പറയുന്നു. ഇനി പ്രേക്ഷകർ തീരുമാനിക്കും, മനസ്സിൽ പറയുന്നു എന്ന് പറയാം, ചെയ്തു നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, പ്രേക്ഷകരുടെ കയ്യിലേക്കാണ്. ഹേമന്ത്, നമ്മള് എനിക്ക് തോന്നുന്ന ശങ്കരേട്ടന്റെ സിനിമയുടെ പൂജയുടെ എന്നാണ് ഞാൻ ഡയറക്ഷൻ ചെയ്യുന്ന സിനിമയുടെ പൂജയുടെ. അത് കഴിഞ്ഞിട്ട് 2 സിനിമ, അതും ശങ്കരേട്ടൻ്റെ കൂടെ തന്നെ 2ലും അല്ലെ? ഞങ്ങള് 2 പേരെയും ഒരാളാണല്ലോ കൊണ്ടുവന്നത്. പറയാം, വാസുദേവന്റെ പടത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ ഹേമന്തിന്റെ ഒരു യാത്ര, അത് കഴിഞ്ഞിട്ട് കുറെ സിനിമകൾ ചെയ്തും ഹേമന്തിനെ വേണ്ട പോലെ വേണ്ട മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഹേമന്തിന് സ്വയം തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ ശങ്കർ സാറിന്റെ അടുത്ത് പറയാം, അദ്ദേഹത്തിന് അടുത്ത സിനിമയിൽ തന്ന ക്യാരക്ടർ എനിക്ക് ഞാൻ ഇത്രയും പേര് 10-30 പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ അതായിരിക്കാം എൻ്റെ ലൈഫിൽ ഇത്രയും കാലത്തെ. അത് അത്രയും ഡയമെൻഷൻസുള്ള ക്യാരക്ടറാണ്. ഞാൻ ചിന്തിക്കുന്ന ആളല്ല. എല്ലാവർക്കും സമയമുണ്ട്. ആ സമയമാകുമ്പോൾ എല്ലാം ഒത്തുചേർന്ന് വരും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ മാറിപ്പോയിട്ടുണ്ട്, ഇടയ്ക്ക് കോവിഡ് വന്നിട്ടുണ്ട്, നല്ല നല്ല സിനിമകൾ ലാസ്റ്റ് മിനിറ്റിൽ മാറിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഓരോ സമയമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരാൾ എന്നെ ഉപയോഗിച്ചില്ല അതെൻ്റെ അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ. പക്ഷെ ഇതിപ്പോൾ ശങ്കർ സാറിൻ്റെ ആ സിനിമ വളരെ ഒരു ഹോപ്പ്ഫുൾ ആയ സിനിമ. ഈ സിനിമയും നല്ല ക്യാരക്ടറാണ്. പക്ഷേ സാർ ഡയറക്ടർ സിനിമയിൽ എന്നെ ഈ പടത്തിന് അങ്ങോട്ട് വിളിക്കുന്നത് അതൊരു ഗംഭീര സിനിമയാണ്. നമ്മളൊക്കെ വളരെയധികം ഉറ്റുനോക്കുന്ന സിനിമയാണ്. അതിനകത്ത് ഒരുപാട് ലേയേഴ്സുള്ള ക്യാരക്ടറാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ക്യാരക്ടർ ഞാൻ പറയും. സാറും വളരെ ഹാപ്പി വിശ്വസിക്കുന്ന ആ ക്യാരക്ടർ ചെയ്തിട്ട്. അപ്പോൾ അത് സമയമുണ്ട്. ഇപ്പോൾ എനിക്കൊരു 5-6 മൂവീസ് റിലീസ് ചെയ്യാനുണ്ട്. തമിഴിൽ 2 സിനിമകളുണ്ട്, തെലുങ്കിലൊരു സിനിമയുണ്ട്, മലയാളത്തിൽ 3 സിനിമകളുണ്ട്, 2-3 മൂവീസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു മലയാളത്തിൽ നിന്ന് മാറി നിന്നിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തമിഴിൽ 3 മൂവീസ് ചെയ്തതിന് ഇടയ്ക്ക് മലയാളത്തിൽ നിന്ന് മാറുന്നു. ആ ഒരു ഗ്യാപ്പ് ഇവിടെ വലുതായിട്ട് ഹേമന്തിനെ നമ്മൾ കാണാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹേമന്ത് എവിടെയെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മൂവീസ് ചെയ്തിരുന്നു. ഇടയ്ക്ക് അതൊക്കെ ഈ പറഞ്ഞ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മൂവീസ് ഒരുപാട് മൂവീസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ. ഈ പറഞ്ഞ നല്ല കഥയാണെങ്കിൽ പോലും ഈ പ്രൊമോഷന് അല്ലെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണം പല സിനിമകളും എത്തിപ്പെടുന്നില്ല പ്രേക്ഷകരിലേക്ക്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ മൂവീസ് ചെയ്യാതെ ഇപ്പോൾ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ മൂവീസ് ഇറങ്ങാനുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് മൂവീസ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നമ്മുടെ ഭാഗ്യവും സമയമൊക്കെ അനുസരിച്ചിരിക്കും. എഴുത്തോലയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? എഴുത്തോല ഞാനിപ്പോൾ പറഞ്ഞ സുരേഷ് ചേട്ടനെ ഞാൻ കാണുന്നത് ലണ്ടനിൽ വെച്ചാണ്. ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് അവിടുന്ന് പുള്ളിയെ കാണുന്നത്. അപ്പോൾ ഞാനൊരു കുറച്ച് അവാർഡ് മൂവി പറയുമ്പോൾ ഞാൻ കഥയൊക്കെ ഞാൻ വെച്ചാൽ അവാർഡ് മൂവിയൊക്കെ അല്ലേ ബോറായിരിക്കും, നമ്മുടെ ഒരു കാഴ്ചപ്പാടുള്ളൂ ഈ യങ് ജനറേഷൻ്റെ. പക്ഷെ അദ്ദേഹം കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് എൻ്റെ ക്യാരക്ടർ കറന്റ് ജനറേഷനിലെ ക്യാരക്ടറാണ്, ഇപ്പോൾ ജനറേഷനിലെ ക്യാരക്ടറാണ്. അതായത് ആശാത്തിൽ നിന്ന് പറയുന്ന ആളടുത്ത് പഠിച്ചു പോയി ലണ്ടനിലോ അല്ലെങ്കിൽ പുറം രാജ്യത്ത് പോയി വളരെ വിജയകരമായിട്ട് സക്സസ്ഫുൾ ആയ മനുഷ്യൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അയാളുടെ മകളെ അവിടുത്തെ എഴുത്തിനെടുത്താൽ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടുന്ന് വന്ന് പുള്ളി കാണുമ്പോണ്ടാകുന്ന സാഹചര്യങ്ങളും നമ്മളൊക്കെ അങ്ങനെ ഒരു പുറത്തൊരുപാട് സക്സസ്ഫുൾ ഒരാളുടെ മനസ്സ് ഇപ്പോഴും നാട്ടിലാണെന്ന് കാണിക്കുന്ന ഒരു അങ്ങനെ ഒരു ഹോംലി ക്യാരക്ടറാണ് നീക്കിയിട്ടത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി ചെയ്യാൻ വേണ്ടി. അപ്പോൾ തന്നെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു ചേച്ചി പറഞ്ഞു അവിടെ എത്തുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അവിടെ നാട്ടുമ്പൂറും ആ ഒരു ഗ്രാമൊക്കെ നമ്മൾ അങ്ങനത്തെ ആളെയും മാറും എത്തും പറഞ്ഞത്. ഞാൻ ആക്ച്വലി തൊട്ടും ചെയ്ത പടം ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടർ ആയത് കന്നഡയിൽ. അവിടെ നേരെ വരുന്നത് ഈ പടത്തിലേക്കാണ്. അപ്പം മുണ്ടൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ഞാനങ്ങ് മാറി. പിന്നെ അങ്ങ് ചെയ്തു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഹാപ്പി ആയിട്ട് കണ്ടു തീരുമാനിക്കാം. അതെ അതെ. നേരത്തെ ശങ്കരേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നു. ശങ്കരേട്ടൻ പറഞ്ഞ ഫാസിൽ സാറിന്റെ കൈ പിടിച്ച് വന്ന 2 പേരും 2 ലെവലിലുള്ള യാത്ര. ശങ്കരേട്ടൻ നമ്മൾ കുറെ നാൾ സിനിമയിൽ നിന്ന് കാണാതെയായി. പിന്നീട് ശങ്കരേട്ടൻ ഒരു വലിയ വരവായിട്ടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്തത്. അതിപ്പോഴും നിൽക്കുകയാണ്. നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ മുഖങ്ങളാണ് ശങ്കരേട്ടനൊക്കെ. ആ ഒരു എക്സ്പീരിയൻസ് മാറി നിന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസുമായിട്ട് ഒരു വലിയൊരു ചേഞ്ച് ഇല്ല മലയാള സിനിമയിൽ. മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലുള്ള സിനിമയല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 2000-ന് ശേഷമാണ് സിനിമ ഒരുപാട് മാറി തുടങ്ങിയത്. അപ്പോൾ ഞാൻ ശരിക്കും ആക്ച്വലി മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഏറ്റവും ബിസിയസ്റ്റ് ഒരു ആക്ടറായി മാറിയ 27 പടം ഒരു വർഷം, 28 പടം അടുത്ത വർഷം, അങ്ങനെ ഒരു 4-5 വർഷം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നാൻ തുടങ്ങി. ഫ്രീഡം, എവിടെയും പോകാൻ പറ്റുന്നില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല, അമ്മയച്ഛനെ പോലും കാണാൻ പറ്റുന്നില്ല, അവിടെ പോയി നിൽക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻസ് വന്നപ്പോൾ ഞാൻ സിനിമ കുറച്ചു. ആദ്യം ഞാൻ പറഞ്ഞ ഇനി സിനിമ കുറയ്ക്കാം. അങ്ങനെ കുറച്ച് പിന്നെ അങ്ങനെ ഒരു 92-94 ഒക്കെ ആയപ്പോഴേക്കും എന്താണെന്നറിയില്ല, എൻ്റെ സമയം ഇരിക്കേണ്ടത് എനിക്ക് തോന്നാൻ തുടങ്ങി. സിനിമയിൽ കുറച്ച് മാറി നിൽക്കാം.
ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ അന്നേ പ്ലാൻ ചെയ്തു. അപ്പോൾ 94 ആയപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്, അന്ന് സുരേഷ് ഗോപി അന്നും ഇന്നും ഒക്കെ സൂപ്പർ സ്റ്റാർ ഉണ്ട്. അപ്പോൾ അന്ന് കയറി വന്ന് സൂപ്പർ സ്റ്റാർ ആവുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഏകലബീനോ കമ്മീഷണറൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ സുരേഷ് ഗോപി അടുത്തൊരു കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഓക്കെ ചെയ്യാതെ പറഞ്ഞു. അതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് നമ്മൾ പോയി. 2 വർഷം പിടിച്ചു, അത് ഒരു 1.5 വർഷം പിടിച്ചു അതെല്ലാം പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വരാൻ. വലിയൊരു ഫിലിമായിരുന്നു അത്, രക്ഷകൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ. ബോംബെയിലൊക്കെ ആയിരുന്നു എൻ്റെ ഷൂട്ടിങ്. പക്ഷെ ഒരു നിർഭാഗ്യം, ഞാൻ ഈ പടം എടുത്ത് നമ്മൾ ഷൂട്ടിംഗ് എല്ലാം പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ആ കഥയൊക്കെ വേറൊരു സിനിമയിൽ വന്നു. അതിൻ്റെ കുറേ പോർഷൻസ് അത് നമ്മൾ കഥ മോഷണല്ല, അത് മേ ബി കോയിൻസിഡൻസ്. മോഷണം എൻ്റെ കഥയൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ സമയം കുറച്ച് അങ്ങോട്ട് പോയി. പിന്നെ അടുത്തൊരു സബ്ജക്റ്റിലേക്ക് കയറി അത് വർക്ക് ചെയ്ത് ഒന്നും ശരിയാവുന്നില്ല. ബിക്കോസ് സുരേഷ് ഗോപിക്ക് പറ്റുന്ന ഒരു ഫിലിമോ ആയിരിക്കണം, എല്ലാം കൊണ്ടും നല്ല ഒരു എൻ്റെ ഒരു എൻട്രിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് കുറേ നോക്കി ഒന്നും ശരിയാവാതെ വന്നപ്പോൾ പ്രോജക്റ്റ് ഡ്രോപ്പായിപ്പോയി. അപ്പോഴേക്കും ഒരു 4 years കടന്നുപോയി. അപ്പോൾ പിന്നെ വീണ്ടും വന്നു സിനിമയിൽ, സൂര്യവനം പറയാൻ കുറേ സിനിമ ചെയ്തു. പക്ഷെ എന്തോ എവിടെ നമ്മുടെ സമയത്തിൻ്റെ ആയിരിക്കും. ഇപ്പം കുറച്ച് മുമ്പ് ഹേമന്ത് പറഞ്ഞ മാതിരി സിനിമയിൽ സമയം വലിയൊരു ഘടകമാണ്. ബിക്കോസ് സിനിമയിൽ വന്നതും സിനിമയിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ നല്ല സമയവും ഒക്കെയാണ്. ഇപ്പോൾ ഒരു തലയിരാഗമായാലും മഞ്ഞിലെറിഞ്ഞ പൊക്കിളൊക്കെ ആയാലും ഇത്രയും വലിയ സക്സസ് ആയി ഓടി ചെയ്ത ഒരുപാട് സിനിമകൾ ഹിറ്റായി. അപ്പോൾ എന്തോ എവിടെയോ ഒരു ടൈമിൻ്റെ ഫാക്ടർ ഉണ്ട്. ഇപ്പം ഇപ്പോൾ എഴുത്തോല തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ മുമ്പേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തമിഴിലൊരു പടം പ്രൊഡ്യൂസ് ചെയ്തു, മലയാളത്തിൽ 2 ചെയ്തു. അപ്പോൾ ഇത് വന്നപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് ചെയ്യാം. സിനിമ നല്ലതാണെങ്കിൽ അത് അതിനൊരു അംഗീകാരം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വർഷത്തിൽ 25, 26, 27 സിനിമകൾ ചെയ്യുന്നു. ലൊക്കേഷനുള്ള യാത്ര ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഒരു സിനിമ കഴിഞ്ഞാൽ ഹീറോ ഒരു 2-3 മാസം കഴിഞ്ഞ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ ഒരു സിനിമ ചെയ്യുന്നത്. അന്ന് കഥ കേൾക്കലൊന്നും ഇല്ലല്ലോ. അവിടുന്ന് വിളിക്കും. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡയറക്ടേഴ്സാണ് ഐ വി ശശി, ഭരതൻ, അല്ലെങ്കിൽ വിശ്വംഭരൻ, എസ് ജോഷിയേട്ടൻ, പിന്നെ അതുമാതിരിയുള്ള വലിയ വലിയ ഡയറക്ടേഴ്സ്, ശശികുമാർ സാറ് വിളിച്ചിട്ട് ഇത്രാം തീയതി തൊട്ട് ഇത്രാം തീയതി വരെയ്ക്ക് ഡേറ്റ് ബ്ലോക്ക് ചെയ്യുന്ന പറയും. സാറ് ഈ ഒരു പടം ഉണ്ട്, എന്നാൽ ശരി അടുത്ത ആഴ്ച അടുത്ത മാസമാക്കാം. ഇത്രയേ ഉള്ളൂ. കഥ ചോദിക്കലില്ല, എന്താ ക്യാരക്ടർ എന്ന് ചോദിക്കലില്ല, ഒന്നുമില്ല. നേരെ പോവുക, അഭിനയിക്കുക. അന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഫ്രണ്ട്ഷിപ്പിനും ഡയറക്ടേഴ്സിനും ഒരു വലിയ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് ഇന്നും. പക്ഷെ ഇന്ന് സിനിമ കുറേ മാറിക്കഴിഞ്ഞു. ഇന്ന് എല്ലാവരും ചിന്തിച്ചും ആലോചിച്ചാണ് സിനിമ ചെയ്യുന്നത്. അതൊന്നും ഉണ്ടായിരുന്നില്ല. അവർ യാത്ര എപ്പോഴും ഓർക്കുമ്പോൾ അല്ലേ? അതെ, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴയ ആളുകൾ കൂടുമ്പോൾ ഈ സംസാരമൊക്കെ ഉണ്ടാകാറുണ്ടോ? പിന്നെ പഴയ യാത്രകൾ സംസാരിക്കാറുണ്ട്. നമ്മള് പഴയ ആൾക്കാരൊക്കെ കാണുമ്പോൾ സംസാരിക്കും. ഈ ലൊക്കേഷൻ ഹേമന്തിന്റെ അടുത്തൊക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഹേമന്ത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ്. അല്ല, കോപ്പറേറ്റീവ് ആണ്. ഇപ്പൊ 10 പടം സൂപ്പർ ഹിറ്റായി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഓക്കെയാണ്. ഞങ്ങൾ ലണ്ടനിൽ പടം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരു ചെറിയ ക്രൂ വെച്ചാൽ പോകുന്നത്. അവിടെ ഒരുപാട് ക്രൂ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മളൊക്കെ ഒരു ഫാമിലി വല്ല മൊത്തം പോകുന്നത്. അപ്പൊ സാറൊക്കെ അന്ന് ശരിക്കും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് പടം ചെയ്യാനൊക്കെ. അപ്പൊ അന്നൊക്കെ നമ്മൾ മാക്സിമം കോപ്പറേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ ലൈറ്റ് വേണമെങ്കിൽ ഞാൻ ലൈറ്റും പിടിക്കും, അല്ലെങ്കിൽ കുടയും പിടിക്കും, പോയി അഭിനയിക്കുകയും ചെയ്യും. ആ കൂടെ നമ്മളെ പടം ചെയ്തുകൊണ്ടിരുന്നത്.